പാലക്കാട് നഗരസഭാ പ്രദേശം മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ മതിലിൽ ചുമർ ചിത്രമൊരുങ്ങുന്നു. പാലക്കാട് നഗരം മാലിന്യമുക്തമാക്കാൻ നിരവധി പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കി വരുന്നത്. നഗരത്തിൽ മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി ശുചീകരിച്ച് അവിടം പൂന്തോട്ടമാക്കി മാറ്റുകയും പൊതുജനങ്ങളെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പങ്കാളികളാക്കുകയും തുടങ്ങിയ പ്രവർത്തനങ്ങൾ അവയിൽ ചിലതു മാത്രം. വീടുകളിലും സ്കൂൾ, കോളേജ് തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമെല്ലാം ക്യാമ്പുകളും നടത്തിവരുന്നുണ്ട്. ഇതിലൂടെ മൂക്കുപൊത്തിയും ശ്വാസം പിടിച്ചും കയറി ചെല്ലേണ്ടുന്ന ഇടങ്ങളിൽ നിന്നും വൃത്തിയും വെടുപ്പുമുള്ള ഇടങ്ങളായി മിക്കതും മാറുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നഗരഹൃദയത്തിലുള്ള നഗരസഭാ കാര്യാലയം മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണ ചിത്രങ്ങളാൽ സുന്ദരമാവാൻ ഒരുങ്ങുകയാണ്. കെട്ടിടത്തിന്റെ മതിലുകൾ മുഴുവനായും ശുചിത്വ സന്ദേശ ചിത്രങ്ങളാൽ അലങ്കരിക്കാനാണ് പദ്ധതി. പ്രകൃതിയെ ശുചീകരിക്കുന്നതിൽ ഓരോരുത്തർക്കും വഹിക്കാവുന്ന പങ്കിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കാനാണ് ശുചിത്വ ബോധവൽക്കരണ ചിത്രങ്ങൾ ചുമരിലൊരുക്കുന്നത്. പേപ്പർ, പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ പ്രകൃതിയിൽ നിന്നും ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യം വിളിച്ചോതുന്ന ചിത്രങ്ങളാണ് മതിലുകൾ നിറയുക. ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് നഗരസഭ ചുമർ ചിത്രം ഒരുക്കുന്നത്. പാലക്കാട് അറ്റംസ് കോളേജിലെ 8ഓളം വിദ്യാർത്ഥികളുടെ കരവിരുതിലാണ് ഒരു നാടിനെ മാലിന്യമുക്തമാക്കാനുള്ള ബോധവൽക്കരണ ചിത്രങ്ങൾ ഒരുങ്ങുന്നത്. അറ്റംസ് കോളേജിലെ ഫൈൻ ആർട്സ് 2D അനിമേഷൻ ഫൈൻ ആർട്സ് വിദ്യാർത്ഥികൾ ചെയ്യുന്ന ഒരു ചുമർ ചിത്രങ്ങൾ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. 8ഓളം വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടെ അവരുടെ അണ്ടറിൽ മുനിസിപ്പാലിറ്റി ശുചിത്വ മിഷൻ ബ്യൂട്ടിഫിക്കേഷൻ, അതായത് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ തീം എന്ന് പറയുന്നത് ഡെഫിനീഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു മോഡേൺ ആർട്ട് തീമിൻ്റെ അണ്ടറിലാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ സൗജന്യമായാണ് ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നതെന്ന് നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് പറഞ്ഞു. പാലക്കാട് നഗരത്തിൽ മാലിന്യ കൂമ്പാരമായി കിടന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി ശുചീകരിച്ച് പൂന്തോട്ടങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ പൊതുജനങ്ങളെ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയ അവരോട് പങ്കാളികളാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗവും നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഭവനങ്ങൾ തോറും ഉദ്യോഗസ്ഥരും ജനങ്ങൾ കയറി അവരെ ക്യാമ്പയിൻ ചെയ്ത് വരുന്നുണ്ട്. സ്കൂളുകൾ, കോളേജുകൾ എല്ലാവരും ക്യാമ്പയിൻ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങൾ, ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ചുമരെഴുത്തുകൾ പോലുള്ള പരിപാടി നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചുമരെഴുത്തുകൾ, ചുമർ ചിത്രങ്ങളും നടക്കാനുള്ള പ്രവർത്തനം നടന്നു വരുന്നത്.